59 വർഷമായി ഇടതുപക്ഷം ജയിക്കുന്ന നാദാപുരം മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ഒരുക്കത്തിലാണ് UDF. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി കൂടിയായ KM അഭിജിത്താണ് ഇത്തവണ സ്ഥാനാർത്ഥി. യുവത്വം സംഘടനാ മികവും വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. ഇടത് സർക്കാരിനെതിരെ പ്രതിപക്ഷ യുവജന സംഘടനകൾ നടത്തിയ സമരങ്ങളുടെ നേതൃനിരയിലെല്ലാം KM അഭിജിത്ത് ഉണ്ടായിരുന്നു. KSU സംസ്ഥാന അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി എന്നീ നിലകളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിലും ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ അഭിജിത്തിന് അനുകൂലമായതും ഇതേ ഘടകങ്ങൾ തന്നെയാണ്. 59 വർഷമായി CPI ജയിച്ചു വരുന്ന മണ്ഡലത്തിൽ ഇത്തവണ മാറ്റമുണ്ടാകുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. വികസന മുരടിപ്പാണ് പ്രധാന പ്രചാരണ ആയുധം. കർഷകർ ദുരിതത്തിലാണ്, പ്രവാസികൾ ദുരിതത്തിലാണ്, വിദ്യാഭ്യാസ മേഖല പുറകോട്ടാണ്, ആരോഗ്യരംഗം നന്നേ പുറകിലാണ്. അപ്പോൾ ഇതെല്ലാം ഈ മേഖലയിലെ ജനങ്ങളെല്ലാം തന്നെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. കച്ചവടക്കാരും കർഷകരും സ്ത്രീകളും വനിതകളും കുഞ്ഞുങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഈ ഭരണത്തിൽ നിന്നൊരു മോചനം വേണമെന്ന് നാദാപുരം ആഗ്രഹിക്കുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്. മണ്ഡലത്തിൽ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ പോലും നടപ്പാക്കാൻ ഇടതു മുന്നണിക്ക് സാധിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം. നാദാപുരത്തിൻ്റെ MLA ആരാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കുറേ കാലമായി ആർക്കും അറിയാത്തൊരവസ്ഥയാണ്. അങ്ങനെ അനാഥമായി കിടന്ന നാദാപുരത്തിന് അഭിജിത്തിൻ്റെ വരവോടുകൂടി നാദാപുരത്തൊരു നാഥനുണ്ടായി എന്നുള്ളതാണ് ഈ നിയോജകമണ്ഡലത്തിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. 57 വർഷത്തോളമായി പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധിക്ക് ഈ മേഖലയുടെ ചെറുപ്പക്കാരെയോ വിദ്യാർത്ഥികളെയോ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ നിരാശയിലാണ് ചെറുപ്പക്കാരൊക്കെ. അതുകൊണ്ട് തന്നെയാണ് അഭിജിത്ത് വന്നപ്പോൾ ഈ ചെറുപ്പക്കാരന് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷ ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ളത്. യുവാക്കൾക്ക് പരിഗണന ലഭിച്ചിട്ടില്ലെന്നും കായിക മേഖലയെ അവഗണിച്ച ഇടതു മുന്നണിക്ക് മറുപടിയായി യുവ MLA വേണമെന്നുമാണ് യുവാക്കളുടെ അഭിപ്രായം. കാലാകാലങ്ങളായി ഇവിടെ MLA ആയി വിജയിച്ചു വരുന്ന MLA മാർ, മത്സരിച്ച് വിജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികൾ MLA മാർ, അവർ യുവാക്കളെ പ്രതിനിധീകരിച്ചുകൊണ്ട് യുവാക്കൾക്ക് ആവശ്യമുള്ള എന്ത് കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒന്നുമില്ല എന്നുള്ളതാണ്. ട്രേഡ് യൂണിയൻ രംഗത്തെ തൊഴിലാളികളെ സർക്കാർ അവഗണിച്ചെന്നും അതിനുള്ള തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും UDFനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു. ഈ ഇലക്ഷൻ കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാവരും ആവേശത്തോടു കൂടിയാണ് ആ സ്ഥാനാർത്ഥിത്വത്തെയും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെയൊക്കെ കാണുന്നത്. നമുക്കറിയാം, കേരളത്തിലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയങ്ങളായിട്ടുള്ള പ്രത്യേകിച്ച് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഇന്ദിരാ ഗ്യാരണ്ടി പോലെയുള്ള ക്ഷേമ പരിപാടികൾ നാദാപുരം നിയോജക മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏറെ സ്വീകാര്യമാണ്. ഇടതുകോട്ടകളെ ഇളക്കിമറിച്ചുള്ള പ്രചാരണവും ജനസമ്മതിയും വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. ന്യൂസ് മലയാളം, കോഴിക്കോട്.